അച്ഛൻ വായിച്ചിട്ട് കത്തുകൾ കൈമാറുന്ന ഒരു പെൺകുട്ടി. അങ്ങനെയല്ല, അച്ഛൻ വായിച്ചിട്ട് ഈ കുട്ടിയുടെ കയ്യിലേക്ക് അത് കൊടുക്കും. ക്ലബ് എഫ്എമ്മിലെ ലവ് പേജിൽ റീനുവിൻ്റെ കൂടെ സനൂഷ. അപ്പോൾ ലെറ്റർ വഴി അപ്രോച്ച് ചെയ്യാൻ പറ്റത്തില്ല. ഫോൺ വിളിക്കണമെങ്കിൽ അറിയാവുന്നവരായിരിക്കണം. അപ്പം അറിയാവുന്നവരായിരിക്കുമല്ലോ പ്രപ്പോസ് ചെയ്തത്. ഒരുപാട് പേര് എൻ്റെ അടുത്ത് ആദ്യം പറയുന്നത് എന്താ പറഞ്ഞാൽ, ഇപ്പോൾ പരിചയപ്പെട്ടു ഒരു 1 വീക്കൊക്കെ കഴിയുമ്പോൾ എൻ്റെ അടുത്ത് ആരായാലും പറയും, ഷോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചത് നിനക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു എന്ന് പറയാണോ? എല്ലാരും പറയാറുണ്ട്. ഞാൻ മാത്രമാണ് ഇപ്പൊ ഈ കുട്ടിയെ കുറിച്ച് നല്ലതാണ് വിചാരിച്ചു. അപ്പൊ സത്യത്തിൽ ഈ കുട്ടിക്ക് അഹങ്കാരം ഉണ്ടോ? ഞാൻ പറഞ്ഞാൽ എനിക്ക് ഒരു ഫ്രണ്ടിനെ കിട്ടിയ വിശ്വസിക്കാൻ പറ്റുന്നതാണെന്ന് എനിക്ക് തോന്നിയ ഞാൻ എല്ലാ കാര്യങ്ങളും പറയാറുണ്ട്. മണ്ടിയാണ്. കണ്ടുപിടിച്ചുണ്ടോ? എന്നിട്ട് അടുത്തത് അങ്ങനെ ഒരുപാട് പേർ നല്ല ഫ്രണ്ട്സ് ആയതിനു ശേഷം പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. FB-യിലൂടെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ആ ഫ്രണ്ട്ഷിപ്പിനെ എങ്ങനെ ദുരുപയോഗിക്കാമെന്ന് കണ്ടുപിടിച്ച മിടുക്കന്മാർ. അതെ, മിടുക്കന്മാർ. ബട്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഫ്രണ്ട്ഷിപ്പ് ഇസ് ഓൾവേസ് ഫ്രണ്ട്ഷിപ്പ്. ഫ്രണ്ട്ഷിപ്പിനെ ഒരിക്കലും പ്രേമമായിട്ട് കാണരുത് എന്ന് എല്ലാവരോടും ചോദിക്കാറുണ്ട്. അപ്പോൾ ഇനി കേട്ടുകൊണ്ടിരിക്കുന്ന ആൺകുട്ടികൾക്കുള്ള അടുത്ത ടിപ്പ്, ഫ്രണ്ടായിട്ട് അവളെ പ്രപ്പോസ് ചെയ്തേക്കാന്ന് കരുതി വെറുതെ ഫേസ്ബുക്കിൽ വന്ന് കഷ്ടപ്പെട്ട് ഫ്രണ്ട്ഷിപ്പ് അഭിനയിച്ച് നാട്യങ്ങൾ വേണ്ട. അതെ, വേണ്ട. എൻ്റെ അടുത്ത് ഡയറക്റ്റ് ആയിട്ട് വന്നവരെ എനിക്ക് ഇഷ്ടമുള്ളൂ. ക്ലബ് എഫ്എമ്മിലെ ലവ് പേജിലപ്പോൾ നമുക്ക് ചോദിക്കണ്ടേ ഏത് ടൈപ്പ് ആൺകുട്ടികൾക്ക് വരാം, എന്താണ് പ്രണയസങ്കല്പം എന്നൊക്കെ കേട്ടുകൊണ്ടിരിക്കുക. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിലത്തെ ലവ് ബൈറ്റ്സ് കൂടെ റേണുവിൻ്റെ കൂടെ സനൂഷ. അപ്പം നമ്മൾ പ്രണയത്തിനെ കുറിച്ചല്ലേ പറഞ്ഞു തന്നെ. അപ്പം ഞാനതിൽ ആദ്യത്തെ കാര്യം ചോദിക്കട്ടെ. ലവ് ഈസ് എവറിത്തിങ്. ബികോം സെക്കൻഡ് ഇയറിന് പഠിക്കുമ്പോ ഇല്ല, 19 വയസ്സായതിന്റെ ഒരു ഇത്. ഇപ്പം 19 ഇയേഴ്സ് വരെയുള്ള പ്രണയം പറയാൻ പറ്റുള്ളൂ. അതിലേറ്റവും ഇന്റൻസ് ആയിട്ട് തോന്നുന്ന ഒരു സമയം എപ്പോഴായിരുന്നു? അതായത് 18+. ഓ, കള്ളം പറഞ്ഞില്ല, എനിക്ക് അങ്ങനെ ചേച്ചി ആരോടും ഇഷ്ടം തോന്നിയില്ല എന്ന് പറഞ്ഞില്ല. 18 കഴിയുമ്പോഴാണ് തോന്നുക. 18 കഴിയുമ്പോൾ തോന്നുന്നില്ല, അതിന് മുമ്പ് നമുക്ക് വരും. പക്ഷെ എനിക്ക് തോന്നുന്നത് നമ്മൾ കുറച്ചുകൂടെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ലവ്, അതായത് കറക്റ്റ് ആയിട്ടുള്ള ഒരു ലവ് എന്ന് പറയുന്നത് ഇതിന് മുകളിലേക്ക് വരുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാനുള്ള പ്രായമാവുക. ചിന്തിച്ചിട്ട് തീരുമാനം എടുക്കാനുള്ള പ്രായമായോ? അപ്പൊ പിന്നെ എന്റെ അടുത്ത ചോദ്യം മോഹിക്കാമല്ലോ, ചിന്തിച്ച് തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടോ? ഇല്ല, വേണ്ടെന്ന് വെച്ചു. അച്ഛനും അമ്മയും ടെൻഷൻ ഏൽപ്പിക്കണ്ട. അച്ഛനമ്മയും എപ്പോഴും പറയാറുണ്ട് അവർ ലവ് മാരേജ് ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിനക്ക് എന്നോട് അച്ഛനാണ് എന്നോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്, ആരോട് എപ്പോ വേണമെങ്കിലും നമുക്ക് പ്രണയം തോന്നാം, പക്ഷെ അതൊരു ലൈഫ് ആയിട്ട് ആണ് പ്രണയിക്കുന്നതെങ്കിൽ, ഇപ്പൊ ഒരു ക്രഷ് ആയിട്ടാണെങ്കിൽ നമ്മളുള്ളിലല്ലേ വെക്കും, അതൊരു അവരുടെ അടുത്ത് പറഞ്ഞ് അതൊരു വേറൊരു സ്റ്റേജിലേക്ക് പോകേണ്ട ലവ് ആണെങ്കിൽ ഞാൻ എന്തായാലും പ്രേമിച്ചാളെ കല്യാണം കഴിക്കും. അപ്പൊ അങ്ങനെ ഒരു ലെവലിലേക്ക് പോവാന്ന ഒരു ലവ് ആണെങ്കിൽ ആലോചിച്ച് തന്നെ തീരുമാനം എടുക്കണം. അങ്ങനെ ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ എൻ്റെ മുന്നിലിരിക്കുന്ന കുട്ടി നമ്മൾ കാണുന്ന പോലെ ഒരു ചെറിയ കുട്ടിയല്ല. ആ കുട്ടിയുടെ ഉള്ളിൽ ഒരുപാട് അറിവുകളുണ്ട്. കുറച്ചല്ല, കുറച്ച് അധികം ഉണ്ട്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, അത് നമുക്ക് ചോദിക്കാം. പക്ഷെ നിങ്ങൾക്കും ഇങ്ങോട്ടൊരു ക്വസ്റ്റ്യൻ അയക്കണമെങ്കിൽ നമ്പർ 567-678 ഫോമാറ്റ് ക്ലബ് FM LB നിങ്ങളുടെ മെസ്സേജ് അല്ല, ചോദ്യം ടു സനൂഷ. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു കൂടെ സനൂഷ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരെയൊക്കെ ഷോയിൽ അധികം കിട്ടാറില്ല. അതുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു സനൂഷയുടെ അടുത്ത് ചോദിച്ചോട്ടെ. പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരുപാട് പേരും പറയാറ് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറ്. ഞാൻ പ്രണയിച്ചു, എന്റെ മകനോ മകളോ പ്രണയിക്കണ്ട, അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എന്റെ അച്ഛനമ്മ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ ഫ്രീഡവും ആ കാര്യത്തിൽ എന്റെ പാരന്റ്സ് തന്നിട്ടുണ്ട്. എന്റെ അച്ഛൻ എന്താ പറയുന്നത്, നീ പ്രണയിക്കുക എന്ന് പറയുന്നുണ്ട് എനിക്ക് പ്രണയിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. നമുക്കിപ്പോ വേണ്ടെന്നൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് എന്തായാലും അത് ചെയ്യണം എന്നുള്ളൊരു ചെയ്യുന്ന പറയാ, ഞാനിങ്ങനെ ചെയ്യും. അപ്പൊ പ്രണയിച്ചു എന്ന് വെച്ചാൽ എതിർക്കത്തില്ല. പക്ഷെ ഇവിടെ വിഷ്ണുവിന്റെ ഒരു ചോദ്യം വന്നിരിക്കുന്നു. പേരൻസ് ഒരുപാട് എതിർക്കാണ് വിഷ്ണുവിന്റെ റിലേഷൻഷിപ്പിനെ. വിഷ്ണുവിന് കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പെൺകുട്ടിക്കും കുറ്റമില്ല. പക്ഷെ പ്രണയിച്ചു എന്ന ഒറ്റ റീസൺ കൊണ്ടാണ് അവരെ കല്യാണം വേണ്ടാന്ന് പറയുന്നത്. എന്താണ് സനൂഷ പറയാനുള്ളതെന്നാ ചോദിച്ചത്. എനിക്ക് തോന്നുന്നത് ഒരു ദിവസം കണ്ട് പിറ്റേ ദിവസം എൻഗേജ്മെന്റ് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്ത് കല്യാണം, അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദിവസം നടക്കുന്നതല്ല, അറേഞ്ച് മാരേജ് ചെയ്യുന്നത്, അതിൽ
ഇപ്പൊ പാരന്റ്സ് അറേഞ്ച് മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ പറയായിരിക്കും, അതായത് അത് കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കാനും ഇതാക്കാനും ഒക്കെ ടൈം, അതായത് പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും, മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ, അവിടെയാണ് അറിവ് തുടങ്ങുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ ഇയാൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, ഇതൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്ന് നമ്മൾ അറിയുമ്പോൾ ഒബ്വിയസ്ലി അതിന് കുറച്ച് സ്വീറ്റ്നെസ് കൂടും. അതർ വൺ ഇസ് ലവ്. എന്താ പറയാ, നമുക്കെല്ലാം അറിയാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും പറയാനും മൂഡൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. ചില ലവ് മാരേജ് കഴിഞ്ഞ ആൾക്കാർ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് ചിലതല്ല, എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞ കല്യാണം കഴിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്നേഹമുള്ളിടത്തെ അടി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ സ്വഭാവം മൊത്തടി കൂടുതലായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന പയ്യന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ കുട്ടി സ്വഭാവങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. സോ ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് ഈ കുട്ടിയുടെ സ്വഭാവം നമുക്ക് ചോദിക്കാം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുമുണ്ട്, സനൂഷയുണ്ട്, പിന്നെ ഇവിടെയുണ്ട് ടൺ കണക്കിന് റൊമാൻസ്. അച്ഛനും അമ്മയും പ്രണയിച്ച് കല്യാണം കഴിച്ചവരെയൊക്കെ ഷോയിൽ അധികം കിട്ടാറില്ല. അതുകൊണ്ട് ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനു സനൂഷയുടെ അടുത്ത് ചോദിച്ചോട്ടെ, പ്രണയിച്ച് കല്യാണം കഴിച്ച ഒരുപാട് പേരും പറയാറ് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേൾക്കാറ്. ഞാൻ പ്രണയിച്ചു, എൻ്റെ മകനോ മകളോ പ്രണയിക്കണ്ട, അങ്ങനെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടോ? ഇല്ല, എൻ്റെ അച്ഛനമ്മ ഇതുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. എനിക്ക് എല്ലാ ഫ്രീഡും ആ കാര്യത്തിൽ എൻ്റെ പാരൻസ് തന്നിട്ടുണ്ട്. എൻ്റെ അച്ഛൻ എന്താ പറയണേ, നീ പ്രണയിക്ക് എന്ന് പറയുന്നുണ്ട്. എനിക്ക് പ്രണയിക്കാനുള്ളൊരു ഇത് കിട്ടുന്നില്ല. നമുക്കിപ്പോ വേണ്ടെന്നൊക്കെ പറയുമ്പോഴല്ലേ നമുക്ക് എന്തായാലും അത് ചെയ്യണം എന്നുള്ളൊരു ചെയ്യുന്ന പറയാ, ഞാനിങ്ങനെ ചെയ്യും. അപ്പൊ പ്രണയിച്ചു എന്ന് വെച്ചാൽ എതിർക്കത്തില്ല. പക്ഷെ ഇവിടെ വിഷ്ണുവിന്റെ ഒരു ചോദ്യം വന്നിരിക്കുന്നു. പേരൻസ് ഒരുപാട് എതിർക്കുകയാണ് വിഷ്ണുവിന്റെ റിലേഷൻഷിപ്പിനെ. വിഷ്ണുവിന് കുറ്റമൊന്നും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, പെൺകുട്ടിക്കും കുറ്റമില്ല. പക്ഷെ പ്രണയിച്ചു എന്ന ഒറ്റ റീസൺ കൊണ്ടാണ് അവരെ കല്യാണം വേണ്ടാന്ന് പറയുന്നത്. എന്താണ് സനൂഷ പറയാനുള്ളതെന്നാ ചോദിച്ചത്? എനിക്ക് തോന്നുന്നത് ഒരു ദിവസം കണ്ട് പിറ്റേ ദിവസം എൻഗേജ്മെന്റ് കഴിഞ്ഞ് അതിന്റെ അപ്പുറത്ത് കല്യാണം, അതായത് ഞാൻ പറഞ്ഞത് ഇങ്ങനെ ദിവസം നടക്കുന്നതല്ല, അറേഞ്ച് മാരേജ് ചെയ്യുന്നത്. അതിൽ ഇപ്പൊ പാരന്റ്സ് അറേഞ്ച് മാരേജ് കഴിഞ്ഞ ആൾക്കാരാണെങ്കിൽ ചിലപ്പോൾ അവർ പറയായിരിക്കും, അതായത് അത് കഴിഞ്ഞാൽ ഒരുപാട് സ്നേഹിക്കാനും ഇതാക്കാനും ഒക്കെ ടൈം, അതായത് പുതിയതായിട്ട് കുറെ കാര്യങ്ങൾ ഉണ്ടാവും, മനസ്സിലാക്കി തുടങ്ങുന്നേ ഉള്ളൂ, അവിടെയാണ് അറിവ് തുടങ്ങുന്നത്. അതെ. അപ്പോൾ ഇപ്പോൾ ഇയാൾക്ക് ഇതൊക്കെയാണ് ഇഷ്ടം, ഇതൊക്കെ ചെയ്യാനാണ് ഇഷ്ടം എന്ന് നമ്മൾ അറിയുമ്പോൾ ഒബ്വിയസ്ലി അതിന് കുറച്ച് സ്വീറ്റ്നെസ് കൂടും. അതർ വൺ ഇസ് ലവ്. എന്താ പറയാ, നമുക്കെല്ലാം അറിയാം. അപ്പൊ അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാനും പറയാനും മൂഡൊക്കെ മനസ്സിലാക്കിയിട്ടൊക്കെ ഉള്ള ഒരു അപ്രോച്ച് ആയിരിക്കും. അപ്പോൾ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള ഇതുണ്ട്. ചില ലവ് മാരേജ് കഴിഞ്ഞ ആൾക്കാർ ഭയങ്കര പ്രശ്നമായിരിക്കും. അതുകൊണ്ടായിരിക്കും അവര് ചിലതല്ല, എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞ കല്യാണം കഴിഞ്ഞ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട്. സ്നേഹമുള്ളിടത്തെ അടി ഉണ്ടാവും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാനിപ്പോൾ ഒരാളെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ മിക്കവാറും എൻ്റെ സ്വഭാവം മൊത്തടി കൂടുതലായിരിക്കും. കേട്ടുകൊണ്ടിരിക്കുന്ന പയ്യന്മാരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് ആ കുട്ടി സ്വഭാവങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയാ വരാൻ പോകുന്നതെന്ന് അറിയത്തില്ല. സോ ഈ പാട്ട് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ കൃത്യമായിട്ട് ഈ കുട്ടിയുടെ സ്വഭാവം നമുക്ക് ചോദിക്കാം. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ റീനുമുണ്ട്, സനൂഷയുണ്ട്, പിന്നെ ഇവിടെയുണ്ട് ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെ സനൂഷ. എൻ്റെ സ്വഭാവം നല്ല അടിയുണ്ടാക്കുന്ന സ്വഭാവമാണ്. ഇത് ഞാൻ പറയില്ല, സനൂഷ പറഞ്ഞാണ്. ഒരു ആളെ ഇഷ്ടപ്പെടണമെങ്കിൽ അയാൾ എങ്ങനത്തെ ആളായിരിക്കണം? എന്നെ സഹിക്കാൻ പറ്റണം. എനിക്ക് വയ്യ. കേട്ടോണ്ടിരിക്കുന്ന ആൺകുട്ടികളെ കുറച്ചേരം ചെവി അടച്ചോളൂ, ഞാൻ ചോദിച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് പറയാം. സെൻസർ ചെയ്തിട്ടുള്ള എങ്ങനെ സഹിക്കാൻ പറ്റണം? എൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഷോർട്ട് ടെമ്പേർഡാണ്. ഭയങ്കര കൊഞ്ചലുള്ളൊരു കുട്ടിയാണ്. കണ്ടാലേ അറിയാം. ബാക്കി പോരട്ടെ. അപ്പൊ എന്നെ ഒരു രാജകുമാരിയെ പോലെ കരുതണം. രാജകുമാരിയെ രാജകുമാരി മതി. പിന്നെ എന്താ പറയാ, മനസ്സിലാക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഇപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെയാണ്, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇങ്ങനെയൊക്കെ ആയിരിക്കും എൻ്റെ മൂഡ്, ഫുള്ളായിട്ട് മനസ്സിലാക്കാൻ പറ്റണം. ഞാനും മനസ്സിലാക്കും. അത് ഉറപ്പാണോ? ഞാൻ മനസ്സിലാക്കും. അപ്പൊ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് സനൂഷ. പക്ഷെ സനൂഷനെ അതുപോലെ തന്നെ മനസ്സിലാക്കുന്ന ആളെയാണ് സനൂഷ പ്രണയിക്കുള്ളൂ. കള്ളത്തരം പറഞ്ഞ് ഫ്രണ്ടാന്ന് പറഞ്ഞ് വരണ്ട. കള്ളത്തരമല്ല. ഇപ്പൊ ചേച്ചി ഒരു ആൺകുട്ടി,
നല്ല ഹാൻസം ആയിട്ടുള്ള ഹാൻസം ആൺകുട്ടിയാക്കി എന്നെ സനുഷ മാറ്റി. ഇതിൽ എനിക്കിനി എന്ത് വരാനുണ്ട് എന്നിട്ട്. അപ്പൊ ഇപ്പൊ ചേച്ചിയുടെ അടുത്ത് എനിക്കൊരു ഇഷ്ടം തോന്നുന്നു. ചേച്ചി എന്റെ പാരന്റ്സിനും ഇഷ്ടമായി. അപ്പൊ ഞാൻ ചേച്ചിയുടെ അടുത്ത് ഞാൻ പറയും ഉറപ്പായിട്ടും പറയും എനിക്കിഷ്ടമാണ്. എന്തുകൊണ്ട് ഞാനൊരു ആൺകുട്ടിയായില്ല? എന്നിട്ട് എന്താ ചെയ്യുക, എനിക്ക് നഷ്ടബോധം തോന്നുന്നു. നഷ്ടബോധത്തിൽ 2 ഹൃദയങ്ങൾ ഉരുകുകയാണ്. ഞാനൊരു ആൺകുട്ടിയായിരുന്നെങ്കിൽ സനൂഷ ഇപ്പം എന്നെ പ്രപ്പോസ് ചെയ്തേനെ. പോയില്ലേ, എല്ലാം പോയില്ലേ. കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും പ്രപ്പോസ് ചെയ്യണോ? ആ കുട്ടി പ്രണയിക്കുന്നില്ല കറന്റ്ലി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് വലിയ വിശ്വാസമൊന്നും ഇല്ല. സത്യമായിട്ടും പാവം ഇന്നസെന്റ് ഫേസ് ആണ്, കൊഞ്ചിയാണ് പറയുന്നത്. സത്യമായിരിക്കണം. നിങ്ങൾക്ക് പ്രപ്പോസ് ചെയ്യാം. നമ്പറുണ്ട് 567678 ഫോമാറ്റ് ക്ലബ് FM സ്പേസ് LB സ്പേസ് സനൂഷയ്ക്കുള്ള ഐ ലവ് യൂസ് പ്രപ്പോസൽസ്. ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. ആൻഡ് സനൂഷ ഫോട്ടാൻ കാണിക്കുന്ന റൊമാൻസ്.